ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സ്റ്റോറേജുമായി സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് സിനോളജി നാസിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ. നിങ്ങളുടെ വീടാകട്ടെ മറ്റേതൊരു സ്ഥാപനമാകട്ടെ, സ്റ്റോറേജിനായി ഈ ഒരൊറ്റ ഡിവൈസ് മതി. 4-ബേ സിസ്റ്റം, അതായത് 4 ഹാർഡ് ഡിസ്ക് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് സിനോളജി നാസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റിയാണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. സോ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. 2, ഇതിലെ 4 ഹാർഡ് ഡിസ്കിൽ ഒരെണ്ണം ഡാമേജ് സംഭവിക്കുമ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റാസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ പുതിയ ഹാർഡ് ഡിസ്കിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റോറേജ് ആകുന്നതായിരിക്കും. സോ എന്തുകൊണ്ടും ഏറ്റവും ഡാറ്റ സേഫായ ഒരു സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ് സിനോളജി നാസിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ. ഇതിൽ 4 ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് റീസ്റ്റോറേഷനും മറ്റും ഉപയോഗിക്കുന്നതിനാൽ ബാക്കി 3 ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് സ്പേസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 ഹാർഡ് ഡിസ്കിന് പുറമെ 2 NVMe SSD സ്ലോട്ട് കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇത് അഡീഷണൽ സ്റ്റോറേജായി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടിവിയിലും മൊബൈലും പല ആപ്ലിക്കേഷൻ വഴി സിനോളജി നാസിലെ ഡാറ്റാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല ഇവയുടെയൊക്കെ സ്റ്റോറേജ് ഡിവൈസായി ഉപയോഗിക്കുകയും ചെയ്യാം. അതിനാൽ ഡെയിലി ആക്ടിവിറ്റിയിലൂടെ വരുന്ന ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി സിനോളജി നാസിൽ സേവ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൽ 2 ലാൻഡ് പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് മാക്സിമം സ്പീഡിൽ നമുക്ക് ഡാറ്റാസ് യൂസ് ചെയ്യാവുന്നതാണ്. സിനോളജി നാസ് ഡോക്കിംഗ് സ്റ്റേഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ കമന്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ KC സിസ്റ്റത്തിലെ ഇത്തരം പുതിയ അപ്ഡേറ്റ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.